സുനിൽ, ഇപ്പോൾ അവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത് എന്നാണ് തുടക്കത്തിൽ തന്നെ വിശദീകരിക്കപ്പെട്ടത്. അതിൽ തന്നെ കസബിനും ഹെഡ്ലിക്കും ഒക്കെ പരിശീലനം ലഭിച്ച കേന്ദ്രങ്ങളടക്കം തകർത്തു എന്നുള്ള വിശദമായ കാര്യങ്ങൾ പറയുന്നു. 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന കാര്യമല്ലേ ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, 9 ഭീകര ക്യാമ്പുകളാണ് പ്രധാനമായും സൈന്യം ലക്ഷ്യമിട്ടത്. ഏതായാലും ഈ 9 ഭീകര ക്യാമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുരഡ്കയിലെ ഭീകര ക്യാമ്പായിരുന്നു. അത് ലഷ്കർ ഇ തൈബയുടെ ഭീകര ക്യാമ്പായിരുന്നു. രണ്ടാമത്തേത് ബഹാവൽപൂരിലെ ഭീകര ക്യാമ്പായിരുന്നു, ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം. ഏതായാലും ഈ 2 ഭീകര ക്യാമ്പുകൾ ഉൾപ്പെടെ 9 എണ്ണം വളരെ കൃത്യമായ ടാർഗറ്റിൽ തകർക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ സേനയുടെ ഡയറക്ടർ ജനറൽമാർ, മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ മുരഡ്കയിലെ ഭീകര ക്യാമ്പ് 2 നിലയുള്ള കെട്ടിടം പൂർണ്ണമായും ഈ ഒരു ആക്രമണത്തിൽ തകർന്നു. അതേപോലെ തന്നെ ബഹാവൽപൂരിലെയും ഭീകര ക്യാമ്പ് തകർക്കാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ കൊടും ഭീകരന്മാരെ ഈ ഒരു ആക്രമണത്തിൽ കൊലപ്പെടുത്താനായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സേന വിശദീകരിക്കുകയാണ്. ഏതായാലും 100-ലധികം ഭീകരന്മാരെങ്കിലും ഈ 9 ഭീകര ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്താനായി, വധിക്കാനായി എന്നാണ് ഇപ്പോൾ സേനകൾ വിശദീകരിക്കുന്നത്. ഏതായാലും ആ അർത്ഥത്തിൽ വലിയ വിജയമാണ് ഈ ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണം എന്നുകൂടി ഇപ്പോൾ സേനാ ഡയറക്ടർ ജനറൽമാർ വ്യക്തമാക്കുകയാണ്. അതിനുശേഷം പാകിസ്ഥാന്റെ വലിയ പ്രകോപനം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ പ്രകോപനത്തിൽ തീർച്ചയായും ഇന്ത്യയിലെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെല്ലാം പരാജയപ്പെടുത്തി. അതിനുശേഷം ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. ആ തിരിച്ചടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിലെ ലാഹോർ ഉൾപ്പെടെയുള്ള, ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചത്. അതെല്ലാം കൃത്യമായ ലക്ഷ്യത്തിൽ ആ ആക്രമണം കൃത്യമായ വിജയമായിരുന്നുവെന്നും ഇപ്പോൾ വ്യോമസേനയും വായുസേനയും നാവികസേനയും അതുപോലെ തന്നെ കരസേനയുടെയും ഡയറക്ടർ ജനറൽമാർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഏതായാലും ഈ ഒരു ആക്രമണത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനോട് കൃത്യമായ മറുപടി പറഞ്ഞില്ല. കാരണം ഇതൊരു തുടരുന്ന ഓപ്പറേഷനാണ്, അതുകൊണ്ട് ഇപ്പോൾ നഷ്ടത്തെക്കുറിച്ച് പറയാനാകില്ല. അതേസമയം റഫാൽ യുദ്ധവിമാനം തകർത്തുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചില നഷ്ടങ്ങൾ ഈ ഒരു ഏറ്റുമുട്ടലിനിടയിൽ ഉണ്ടാകും. അതേസമയം സേനയുടെ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതമായി അവർ തിരിച്ചെത്തി എന്നാണ് ഇപ്പോൾ DGMOമാർ വ്യക്തമാക്കിയത്. പൈലറ്റുമാരെ പിടികൂടി എന്ന വാദം, പാകിസ്ഥാന്റെ വാദം കൂടി തള്ളുന്നുണ്ട്. അവരെല്ലാവരും തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്? സിവിലിയൻ വിമാനങ്ങളുടെ മറവിൽ ആയിരുന്നു ആക്രമണം. ആ ആക്രമണത്തെക്കുറിച്ച് നേരത്തെയും പുറത്തു വന്ന വിവരങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുകയാണ്. സിവിലിയൻ വിമാനങ്ങളുടെ മറവിൽ രാജ്യത്തെ ആക്രമിക്കുന്നു. തിരിച്ച് അതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാർ, നിഷ്കളങ്കർ കൊല്ലപ്പെടും. അത് ഇന്ത്യ ചെയ്തിട്ടില്ല. വളരെ ജാഗ്രതയോടുകൂടി തന്നെ തിരിച്ചടിക്കുന്നു എന്നുള്ള കാര്യം ഒന്നുകൂടി വിശദീകരിക്കുകയായിരുന്നില്ലേ? തീർച്ചയായും സിവിലിയൻ വിമാനങ്ങളുടെ മറവിൽ ആ സിവിലിയൻ വിമാനങ്ങളിൽ അന്താരാഷ്ട്ര പൗരന്മാർ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സിവിലിയൻ വിമാനങ്ങൾ എയർ സ്ട്രിപ്പിൽ കിടക്കുമ്പോൾ അതിൻ്റെ മറവിലായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വ്യോമാക്രമണം നടത്തിയത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏതായാലും ഇപ്പോൾ സേനകളുടെ DGMOമാർ വ്യക്തമാക്കുന്നത്. കാരണം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് തീർച്ചയായും ആ സിവിലിയൻ വിമാനങ്ങളെ ഒരു കവചമാക്കാനായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധം ആ രീതിയിൽ ഉണ്ടാകില്ല എന്ന് കരുതി. പക്ഷേ തന്ത്രപരമായ നീക്കത്തിലൂടെ, കൃത്യമായ നീക്കത്തിലൂടെ ഇന്ത്യൻ സേനകൾക്ക് പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സേന DGMOമാർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയിൽ 35 മുതൽ 40 വരെ പാക് സൈനികരും ഓഫീസർമാരും കൊല്ലപ്പെട്ടു എന്നുകൂടി ഇപ്പോൾ സേനകൾ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ 100-ലധികം ഭീകരന്മാർ മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രകോപനത്തിന് നൽകിയ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാൻ സേനയിൽ 35 മുതൽ 40 വരെ സേനാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സൈനികരും കൊല്ലപ്പെട്ടു എന്നുകൂടി ഇപ്പോൾ ഇന്ത്യൻ സേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. ഈ ഒരു ഏറ്റുമുട്ടലിനിടയിൽ ഇന്ത്യയുടെ 5 ജവാന്മാർ വീരമൃത്യു വരിച്ചു എന്നുകൂടി ഇപ്പോൾ സേന അറിയിക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാന്റെ നിരവധി യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുകൂടി ഇപ്പോൾ സേന സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അന്ന് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം സേനയിൽ നിന്ന് കിട്ടിയില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ്
എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ നിരവധി യുദ്ധവിമാനങ്ങൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചിട്ടു എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ എത്ര യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് കണക്കാക്കാനാകില്ല. അതിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ സേനകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം നടത്തിയത്. എത്രത്തോളം നഷ്ടം ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടായി എന്ന കാര്യം ഏതായാലും ഇപ്പോൾ സേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയില്ല. കാരണം ഇതൊരു തുടരുന്ന ഓപ്പറേഷൻ ആയതുകൊണ്ട് അത് ശത്രുക്കൾക്ക് ഗുണമാകുന്ന തരത്തിൽ എന്തൊക്കെ നഷ്ടമുണ്ടായി എന്ന കാര്യം വിശദീകരിക്കേണ്ടതില്ല, അങ്ങനെ വിശദീകരിക്കാനാകില്ല എന്നാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. സുനിൽ, ഇപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യം കൂടി വിശദീകരിക്കുമ്പോൾ പാകിസ്ഥാനാണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്ന കാര്യമാണ് സേന വിശദീകരിക്കുന്നത്. അതിൽ അമേരിക്കയുടെ പങ്ക് എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? സ്മൃതി, തീർച്ചയായും പാകിസ്ഥാന്റെ അഭ്യർത്ഥന അംഗീകരിച്ച് തന്നെയാണ് ഇത്തരമൊരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. പാകിസ്ഥാനാണ് ആദ്യമായി ഇങ്ങനെയൊരു വെടിനിർത്തൽ വേണം, സമാധാനത്തിലേക്ക് പോകണം എന്ന ആഗ്രഹം അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ചർച്ചകൾ നടന്നത്. പിന്നീട് ഇന്നലെ വൈകിട്ട് 3:15 പാകിസ്ഥാൻ DGMO വീണ്ടും വിളിക്കുകയും ഈ ഒരു അഭ്യർത്ഥന വീണ്ടും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇന്ത്യ പോയത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് വെടിനിർത്തൽ ധാരണയ്ക്കായി ഒരു അഭ്യർത്ഥന വന്നത് എന്ന് ഇപ്പോൾ ഇന്ത്യൻ സേന സ്ഥിരീകരിക്കുകയാണ്. അതേസമയം ഈ ഒരു വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം വീണ്ടും പാകിസ്ഥാൻ ഭാഗത്ത് പ്രകോപനമുണ്ടായി. ആ പ്രകോപനം ഇന്ന് രാവിലെയും തുടർന്നു. അതിന് ശക്തമായി തിരിച്ചടി ഇന്ത്യൻ സേന നൽകി എന്നുകൂടി ഇപ്പോൾ സേന DGMO വ്യക്തമാക്കുകയാണ്. നാളെ 12 മണിക്കാണ് ഈ വെടിനിർത്തൽ ധാരണ പ്രകാരമുള്ള അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ പാകിസ്ഥാൻ DGMOയുമായുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ 12 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായും സ്മൃതി, നാളെ ഈ ഒരു DGMO തല ചർച്ചയിൽ പങ്കെടുക്കുന്ന കരസേനയുടെയും നാവികസേനയുടെയും വായുസേനയുടെയും DGMOമാർ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു ചർച്ച നടക്കുമ്പോൾ കൃത്യമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കും. ഏതായാലും ഇന്ന് സേന വളരെ കൃത്യമായി പറഞ്ഞത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടരുന്ന ഓപ്പറേഷനാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രകോപനം ഇനി ആവർത്തിക്കുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള അനുമതി സേനയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതറ്റം വരെയുമുള്ള ഒരു സൈനിക നടപടിക്കുള്ള അനുമതി ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചൊരു സാഹചര്യമാണ്. അക്കാര്യം പാകിസ്ഥാനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അപ്പോൾ വളരെ വിശദമായ വാർത്താ സമ്മേളനം, 3 സേനകളുടെയും വാർത്താ സമ്മേളനം, സംയുക്ത വാർത്താ സമ്മേളനമാണ്, ദീർഘമായ വാർത്താ സമ്മേളനം, 1.25 മണിക്കൂർ നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു.